ഹലോ ഗൈസ്, അപ്പോ നമുക്കൊന്ന് എയർപോർട്ട് വരെ പോയാലോ? എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരു വരവായിരുന്നില്ല ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ അച്ഛൻ നല്ല വിഷമമുണ്ടായിരുന്നു. എല്ലാ വട്ടം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം കൊണ്ടുനാക്കാൻ പോറ്. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഈ വെളുപ്പിന് കൊണ്ടുനാക്കാൻ വേണ്ടി പോകുന്നത്. ഈ പോക്ക് എന്തായാലും ഗൾഫുകാരന്റെ ഫാമിലിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഈ ട്രാവലൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ട്, പക്ഷെ അത് കൊണ്ടുവരാൻ പോണ നേരത്തെ ആയിരിക്കും. തിരിച്ചു കൊണ്ടുനാക്കുന്ന സമയത്ത് ആർക്കും അത്രയും സന്തോഷം ഒന്നും ഉണ്ടാവില്ല. പൊതുവെ ഞങ്ങൾ ആരും അങ്ങനെ കൊണ്ടുനാക്കാൻ പോണ സമയത്ത് കരയാറില്ല കേട്ടാ. അത് വിഷമില്ലാത്തോണ്ടല്ല, ഞങ്ങൾ എല്ലാവരും കുറച്ച് ബാക്കിലേക്കാണ് ഇങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. ഒരാൾ പറയണ്ടായിരുന്നു ഞാനൊന്നും കരയില്ല, നല്ല പിള്ളേരൊന്നും കരയില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. ശരിയാണ് അവള് പറഞ്ഞത്, കരഞ്ഞില്ല അവള്, പോണ വരെ അവള് പിടിച്ചു. പിന്നെ എല്ലാവരോടും ടാറ്റൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ കയറി. പിന്നെ നമ്മൾ കുറച്ചു നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നത്. പിന്നെ പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് വന്നോണ്ടാണ് നമ്മൾ പിന്നെ വരുന്ന വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. പിന്നെ കുറെ നേരം പിടിച്ചു നിന്ന് ആൾ അച്ഛൻ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും കരച്ചത് തുടങ്ങി. ഇതിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം അച്ഛൻ പോകുമ്പോഴും അവൾ ഇതുപോലെ കരയും. കഴിഞ്ഞ വട്ടം ഞങ്ങളെടുത്ത് സ്റ്റാറ്റസ് ഇട്ടൊന്നും പറഞ്ഞു ഭയങ്കര കരച്ചല്ലേ. ഇടയ്ക്കിടയ്ക്ക് അവളെടുത്ത് നമ്മൾ ഇതൊക്കെ എടുത്ത് ക്ലാസ് ഗ്രൂപ്പിൽ ഇടുന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് അവളിങ്ങനെ ഭീഷണിപ്പെടുത്തി ഇറക്കി. ഇങ്ങനെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോ ശരിക്കും പറഞ്ഞ വീട്ടിൽ നിന്നായിരുന്നത്. അങ്ങനെ അവിടെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ അത്രയും ഉള്ളൂ കേട്ടാ.